മണികളെ ഞാൻ ഇന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ എൻ്റെ ഏജിലുള്ള അതായത് എൻ്റെ കുറച്ച് സുഹൃത്തുക്കളുണ്ട്. എന്തായാലും എൻ്റെ ഏജോ അല്ലെങ്കിൽ ഒരു 35+ ഇങ്ങോട്ടുള്ള എല്ലാ സ്ത്രീകൾക്കും ഒരുപോലെ യൂസ്ഫുള്ളായ ഒരു വീഡിയോ ആണേ. അപ്പോൾ എല്ലാവരും ആദ്യം തൊട്ട് അവസാനം വരെ വീഡിയോ കാണണം. ഞാൻ വെറുതെ പറയുന്നൊന്നുമല്ല, ഇത് കുറേ വീഡിയോസ് കണ്ട് ഞാൻ ചെയ്തു കൊണ്ടിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് ഈ വീഡിയോ കാണണം. ആദ്യമായിട്ട് കാണുന്നവരൊക്കെ എൻ്റെ ചാനലൊന്ന് സബ് ചെയ്ത് കൂടെ നിന്നേക്കണേ. അപ്പോൾ നമുക്ക് ആദ്യം സ്കിന്നിനെ പറ്റി അറിയാമെന്ന് പറഞ്ഞാൽ ഞാൻ ഒരു ബ്യൂട്ടീഷ്യനായിരുന്നു. അതുകൊണ്ട് തന്നെ മുന്നേ, ഇപ്പോൾ അല്ല, ഒരു 10-12 വർഷം മുന്നേ ഞാനൊരു ബ്യൂട്ടീഷ്യനായിരുന്നു. അതുകൊണ്ട് തന്നെ സ്കിന്നിനെ പറ്റിയിട്ടുള്ള ഏകദേശ കാര്യങ്ങളൊക്കെ എനിക്കറിയാം. അപ്പോൾ ആദ്യം നമ്മൾ സ്കിന്ന് എത്ര ടൈപ്പ് ഉണ്ട് എന്ന് അറിഞ്ഞിരിക്കണം. നമ്മളെ സ്കിന്ന് 4 ടൈപ്പ് സ്കിന്നുണ്ട്. ഏതൊക്കെയാണെന്ന് പറഞ്ഞാൽ നോർമൽ സ്കിന്ന്, ഓയിലി സ്കിന്ന്, ഡ്രൈ സ്കിന്ന്, സെൻസിറ്റീവ് സ്കിന്ന്, അങ്ങനെ 4 ടൈപ്പ് സ്കിന്നാണ് നമുക്കുള്ളത് ഓരോ മനുഷ്യന്മാർക്കും. അപ്പോൾ നോർമലി സ്കിന്നിന് എന്ത് യൂസ് ചെയ്താലും കുഴപ്പമുണ്ടാവില്ല. പക്ഷേ ബാക്കിയുള്ള സ്കിന്നിനൊക്കെ ചില സാധനങ്ങൾ പറ്റൂല അല്ലേ. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് വേണം പാക്ക് ഇടുന്നതായാലും എന്ത് പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നതായാലും ഇതൊക്കെ നോക്കിയിട്ട് വേണം യൂസ് ചെയ്യാൻ, അല്ലേ നമുക്ക് പണി കിട്ടും കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ പറയാൻ വരുന്നത്, നമ്മളെ സ്കിന്ന് മോയ്സ്ചർ കണ്ടൻറ്റ് ഇല്ലെങ്കിൽ നമ്മളെ സ്കിന്ന് ഒന്നിനും കൊള്ളൂല. അതായത് ഇപ്പോൾ ഒരു മണ്ണിൽ വെള്ളം ഇല്ലാത്ത മരുഭൂമിയാണെന്ന് വിചാരിക്കുക. ആ മണ്ണ് എങ്ങനെ ഉണ്ടാവും? വെള്ളമൊക്കെ വറ്റി വരണ്ട് മരുഭൂമി പോലെ ഇങ്ങനെ ഉണങ്ങി വിണ്ട് കയറിയിട്ടുണ്ടാവും അല്ലേ. അതുപോലെ തന്നെ നമ്മളെ സ്കിന്ന് ഒരു 35-40 വയസ്സ്, 40 തൊട്ട് 45 വയസ്സിനോട് അടുക്കുമ്പോൾ തന്നെ നമ്മുടെ സ്കിന്നിൻ്റെ മോയ്സ്ചർ കണ്ടൻറ്റൊക്കെ നഷ്ടപ്പെടും. അതായത് ഏറ്റവും അടിയിലുള്ള ലെയറിൽ മോയ്സ്ചർ കണ്ടൻറ്റ് ഉണ്ടാവും, പക്ഷെ അത് മുകളിലെത്താൻ പറ്റൂല. അങ്ങനെയുള്ള ഒരു അവസ്ഥയിലായിരിക്കും നമ്മുടെ 40 വയസ്സ്. നിങ്ങൾ മെയിനായിട്ട് അറിഞ്ഞിരിക്കേണ്ടത്, നമ്മളെ സ്കിന്നിന് വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണം അല്ലേ. ഒന്നും വേണ്ട, നമ്മൾ ഒരുപാട് പൈസ ഒന്നും കൊടുത്തിട്ടൊന്നും ചെയ്യാൻ നിൽക്കണ്ട. ഞാൻ അതിനുള്ള അത്ഭുതകരമായ ഒരു പ്രോഡക്റ്റ് അല്ല, ഒരു സാധനം, ഒരു സംഭവം, നിങ്ങൾക്കൊക്കെ അറിയുന്ന ഒരു സംഭവം. നമ്മളെ എല്ലാ ബ്യൂട്ടി പ്രോഡക്ട്സിലും ഇത് മെയിൻ സാധനമാണ്. ഇതിനധികം വിലയൊന്നുമില്ല. എല്ലാവർക്കും അറിയാം ഇത് നല്ലൊരു സാധനമാണെന്ന്. പക്ഷേങ്കിൽ എല്ലാവരും പറയും ഇത് എനിക്ക് പറ്റുന്നില്ല, യൂസ്ഫുൾ അല്ല, വെറുതെ പറയുന്നതാണ്, ഇങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. പക്ഷേ അങ്ങനെയൊന്നും അല്ല. ഇത് എന്താണെന്നും ഇത് എങ്ങനെ യൂസ് ചെയ്യണമെന്നും ഇത് എങ്ങനെ ഉണ്ടാക്കുന്നെന്നും നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും ഇതിനെ വെറുതെ കളയില്ല. എൻ്റെ ഇവിടെ തന്നെ ഞാൻ ആദ്യമൊക്കെ കുറേ വാങ്ങി ഒരാഴ്ച ഉപയോഗിക്കും, അല്ലെങ്കിൽ ഒരു 2 ദിവസം ഉപയോഗിക്കും. ഇത് പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ മാറ്റി നിർത്തിയ സാധനം ഇന്ന് ഞാൻ ഡെയിലി രാത്രി യൂസ് ചെയ്യുന്നുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ നമ്മളെ ഗ്ലിസറിൻ എന്ന് പറയുമ്പോൾ എല്ലാവരും പറയും അയ്യോ ഗ്ലിസറിനാ ഇത് വെറുതെ പറയുന്നതാണ്, അല്ലെങ്കിൽ ഇത് നമ്മൾ യൂസ് ചെയ്തിട്ട് നമുക്ക് ഗുണമില്ലാതെ. അത് എന്തുകൊണ്ടാണെന്നറിയോ? നിങ്ങൾ ശരിയായ രീതിയിൽ അത് യൂസ് ചെയ്യാത്തതുകൊണ്ടാണ്. നിങ്ങൾ ശരിക്കും അത് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കതൊരിക്കലും നഷ്ടമാവില്ല. ഞാൻ പറയാം, ഓരോ സ്കിൻ ടൈപ്പുകാർക്കും ഓരോ രീതിയിൽ അത് ഉപയോഗിക്കണം. മെയിനായിട്ട് ഈ ഗ്ലിസറിൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. ആദ്യം ഗ്ലിസറിൻ ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞാൽ സസ്യ എണ്ണകളിൽ നിന്നാണ് ഗ്ലിസറിൻ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ നാച്ചുറൽ പ്രോഡക്റ്റാണ് ഗ്ലിസറിൻ. സസ്യ എണ്ണകളിൽ നിന്നും മൃഗങ്ങളുടെ എണ്ണയിൽ നിന്നുമാണ് മെയിനായിട്ട് ഗ്ലിസറിൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ നമ്മൾ യൂസ് ചെയ്യേണ്ടത്, അതായത് സ്കിന്നിന് ആവശ്യമുള്ള ഗ്ലിസറിൻ നമ്മുടെ വെജിറ്റേറിയൻ ആണ്. അതായത് സസ്യങ്ങളിൽ നിന്നുണ്ടാക്കുന്ന ഓയിലിൽ നിന്നുണ്ടാക്കുന്ന ഗ്ലിസറിനാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ അത് നമ്മളെ മുഖത്ത് പുരട്ടുമ്പോൾ, അല്ലെങ്കിൽ അപ്പോൾ ഇത് നമ്മൾ മുഖത്ത് അപ്ലൈ ചെയ്യുമ്പോൾ, നമ്മളെ മുഖത്തിൻ്റെ ഏറ്റവും ലാസ്റ്റായിട്ടുള്ള ലെയറിൽ, ഏറ്റവും അവസാനത്തെ ലെയറിലുള്ള മോയ്സ്ചറിന് ഇത് നമ്മുടെ ഗ്ലിസറിൻ യൂസ് ചെയ്യുമ്പോൾ ഇത് പുറത്തേക്ക് കൊണ്ടുവരും. അതായത് നമ്മളെ സ്കിന്നിൽ നഷ്ടപ്പെട്ടു പോയ മോയ്സ്ചർ കണ്ടൻറ്റിനെ വലിച്ചെടുത്തിട്ട് പുറത്തേക്ക് കൊണ്ടുവരും, നമ്മളെ ഫേസിലേക്ക് ഗ്ലിസറിൻ കൊണ്ടുവരും. അതിന് നമ്മൾ കുറച്ച് ടൈം കൊടുക്കണം. നമ്മളിപ്പോൾ 1, 2, 3 ദിവസം അപ്ലൈ ചെയ്തതിനെ കൊണ്ട് കാര്യം ഉണ്ടാവില്ല. ഒരാഴ്ചയെങ്കിലും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇത് യൂസ് ചെയ്യണം, എങ്കിലേ നമുക്കതിൻ്റെ റിസൾട്ട് കിട്ടൂ. മെയിനായിട്ട് ഞാൻ പറയുന്നത്, ആൻറ്റി ഏജിങ് ആവാതിരിക്കാൻ മെയിനായിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റാണ് ഗ്ലിസറിൻ. ഇത് വെറുതെ പറയുന്നതല്ല, നമ്മൾ യൂസ് ചെയ്തുകൊണ്ട് പറയുന്നതാണ്. അപ്പോൾ നിങ്ങളിത് എങ്ങനെയൊക്കെ യൂസ് ചെയ്യണം എന്നുള്ളതും നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ. പിന്നെന്ന് പറഞ്ഞാൽ നമുക്കിതിൻ്റെ വാല്യൂ മനസ്സിലാവാത്തത് കൊണ്ടാണ് നമ്മൾ ഈ ഗ്ലിസറിൻ എന്ന് പറയുമ്പോൾ ഒരു പുച്ഛിച്ച് തള്ളുന്നത്. ശരിക്കും സെലിബ്രിറ്റീസൊക്കെ
എന്ത് പ്രോഡക്റ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാലും ഗ്ലിസറിൻ അവരുടെ ഒരു ബ്യൂട്ടി പ്രോഡക്റ്റിൽ മുഖ്യമായിട്ടുള്ള പങ്ക് വഹിക്കുന്ന ഒന്നാണ് ഗ്ലിസറിൻ. അത് നമുക്ക് എത്രയോ ഇൻ്റർവ്യൂകളിൽ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിലും നമുക്കത് ഒരു വിലയില്ലാത്തൊരു കാര്യമാണ്. പക്ഷേ നമ്മൾ ശരിയായ രീതിയിൽ അത് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നിന് നല്ല അത്ഭുതകരമായ ചേഞ്ച് ഉണ്ടാവും. ഇത് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നത്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ അപ്ലൈ ചെയ്യണം, ഏത് വിധത്തിൽ അപ്ലൈ ചെയ്യണം, ഏതൊക്കെ സ്കിന്നിന് ഏതൊക്കെ രീതിയിൽ അപ്ലൈ ചെയ്യണം എന്ന് കാണാൻ പോയോ. ആദ്യം നമുക്ക് ഡ്രൈ സ്കിന്നുള്ളവർക്ക് എങ്ങനെയാണ് ഗ്ലിസറിൻ യൂസ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ആദ്യം നമ്മൾ ഡ്രൈ സ്കിന്നുള്ളവർ ഏത്തപ്പഴവും ഗ്ലിസറിനും കൂടി, ഏത്തപ്പഴം കുറച്ച് ഒരു 1-2 സ്പൂൺ ഏത്തപ്പഴം എടുത്തിട്ട് ജസ്റ്റ് അരക്കുക. ഒരു 2 സ്പൂൺ മതിയാവും. അതിലേക്ക് 1 സ്പൂണ് നമ്മളെ ഗ്ലിസറിനും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് മുഖത്ത് പുരട്ടിയിട്ട് ഒരു അരമണിക്കൂറിന് ശേഷം നിങ്ങൾ കഴുകി കളയുക. അപ്പം തന്നെ നിങ്ങൾക്ക് ആ സ്പോട്ടിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ ചേഞ്ച് എത്രത്തോളം നിങ്ങളെ സ്കിന്നിന് അത് സ്യൂട്ടബിൾ ആണെന്നുള്ളത്. ആ ഒരൊറ്റ പ്രാവശ്യം നിങ്ങൾക്ക് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവും. അത് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരാഴ്ച നിങ്ങൾ ചെയ്ത് നോക്കൂ, നല്ല ചേഞ്ച് ഉണ്ടാവും. നിങ്ങൾ ഇത് വെറുതെ ഞാൻ പറയുന്നതൊന്നുമല്ല. നിങ്ങൾ പാർലറിലും അവിടെ ഇവിടെയൊക്കെ കൊണ്ടുപോയി പൈസ കൊടുക്കുന്നുണ്ടല്ലേ. വയസ്സായവർ, അതായത് 40 വയസ്സിന് ശേഷം നിങ്ങളിത് മസ്റ്റായിട്ട് നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കൂ. എന്തായാലും നിങ്ങൾക്ക് മാറ്റം കാണും. പിന്നെ ഇനി അത് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറൊരു മെത്തേഡ് ഉണ്ട്. അതായത് ഗ്ലിസറിനും അരിപ്പൊടിയും പാലും കൂടി മിക്സ് ചെയ്തിട്ട് നമ്മളെ മുഖത്ത് അപ്ലൈ ചെയ്യുക. അത് നല്ലൊരു പാക്കാണ്. നല്ലൊരു പാക്ക് എന്ന് പറഞ്ഞാൽ അതൊരുവിധം എല്ലാവർക്കും നല്ലൊരു പാക്കാണ്. മുഖം ടൈറ്റായി നിൽക്കാനും മുഖത്തുള്ള റിങ്കിൾസൊക്കെ ഒരു പരിധി വരെ കുറയാനും. റൈസ് പൗഡർ പൊതുവേ നമുക്കറിയാം ഏറ്റവും നല്ലൊരു പ്രോഡക്റ്റാണ്, ഏറ്റവും നല്ലൊരു സാധനമാണ് നമ്മൾക്ക് മുഖത്തിടാൻ പറ്റിയ റൈസ് പൗഡർ. പൊതുവേ നമ്മൾ ആൻറ്റി ഏജിങ് ആയിട്ടുള്ള ആൾക്കാരെല്ലാം സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. അത് നമുക്ക് പൊതുവേ അറിയാം. അപ്പോൾ അതിൻ്റെ കൂടെ നിങ്ങൾ ഈ ഗ്ലിസറിനും കൂടി ആഡ് ചെയ്തിട്ട് നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ. നിങ്ങൾ വെറുതെ അരിപ്പൊടി എന്തായാലും നമ്മുടെ വീട്ടിലുണ്ടാവും, പാലും എന്തായാലും ഉണ്ടാവും. ഗ്ലിസറിൻ ഒരു കുപ്പി ഗ്ലിസറിന് അത് 40-45 രൂപയാണ് വില വരുന്നത്. അപ്പോൾ അത് നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങളതൊന്ന് യൂസ് ചെയ്യും. പിന്നെ നമ്മൾ അവക്കാഡോ ഗ്ലിസറിൻ ഇത് രണ്ടും കൂടിയിട്ട് അവക്കാഡോ ഒരു സ്പൂൺ അവക്കാഡോ എടുത്ത് അതേ അളവിൽ ഗ്ലിസറിനും കൂടി ചേർത്ത് മിക്സ് ചെയ്തിട്ട് അതും നമുക്ക് സ്കിന്നിൽ നല്ലൊരു പാക്കായിട്ട് യൂസ് ചെയ്യാം. ഇതൊക്കെ എല്ലാവർക്കും, അതായത് മെയിനായിട്ട് ഡ്രൈ സ്കിന്നുകാർക്ക് യൂസ് ചെയ്യാൻ പറ്റിയ അടിപൊളി പാക്കാണ്. അത്ഭുതകരമായ മാറ്റം നിങ്ങൾക്ക് എന്തായാലും കാണാൻ പറ്റും. പിന്നെ അലോവേര ജെല്ല് നമുക്ക് വീട്ടിൽ കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കാൻ പറ്റും. ആയുർവേദ കടകളിലെല്ലാം നല്ല അലോവേര ജെല്ലിൻ്റെ ഇത് കിട്ടും. അപ്പോൾ അത് വാങ്ങിച്ചിട്ട് അതിൽ ഇപ്പോൾ 2 സ്പൂൺ അലോവേര ജെൽ എടുക്കുന്നുണ്ടെങ്കിൽ അതിലൊരു സ്പൂൺ ഗ്ലിസറിനും ചേർത്തിട്ട് നിങ്ങളതൊന്ന് മുഖത്തും കൈക്കും കാക്കും ഒക്കെ അപ്ലൈ ചെയ്യുക. ഇത് അപ്ലൈ ചെയ്തിട്ട് നമുക്കത് കഴുകി കളയൊന്നും വേണ്ട. എന്താ പറയുക, ഗ്ലിസറിൻ ആയാലും അലോവേര ജെല്ലായാലും അത് നമ്മുടെ സ്കിന്നിൽ അബ്സോർബ് ആവുന്ന സാധനങ്ങളാണ്. അപ്പം അത് നമുക്ക് വലിയൊരു ഇറിറ്റേഷൻസും കാര്യങ്ങളൊന്നും ഉണ്ടാക്കില്ല. അത് കഴുകണമെന്നില്ല. അപ്പോൾ കയ്യിലും കാലിലും ഒക്കെ പുരട്ടി, കാലിലൊക്കെ ഷോക്സെല്ലാം ഇട്ട് കിടക്കുന്നവരാണെങ്കിൽ ഷോക്സെല്ലാം ഇട്ട് കിടന്നു കഴിഞ്ഞാൽ കാലിൻ്റെ ഡ്രൈനെസ്, അധികവും എല്ലാവർക്കും കാലിനും കൈക്കൊക്കെ ഡ്രൈനെസ് ഉണ്ടാവും അല്ലേ, അതൊക്കെ നന്നായിട്ട് കുറഞ്ഞ് നല്ല സോഫ്റ്റായി വരും. നിങ്ങൾ ഒരു ആഴ്ച നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ല ചേഞ്ച് വരും. അപ്പോൾ അവക്കാഡോവും റോസ് വാട്ടറും കൂടി മിക്സ് ചെയ്തിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ മുഖത്ത് നല്ല ഗ്ലോവും കാര്യങ്ങളൊക്കെ വരും. മെയിനായിട്ട് ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ആൻറ്റി ഏജിങ് ആയിട്ടുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള പാക്കുകളാണ്. അപ്പോൾ ഇത് നിങ്ങൾ മസ്റ്റായിട്ട് ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ മുട്ടയുടെ മഞ്ഞയിൽ കുറച്ച് റോസ് വാട്ടറും ചേർത്ത്, അതായത് 2 സ്പൂൺ എഗ്ഗ് യോക്കും ഒരു സ്പൂണ് ഗ്ലിസറിനും കൂടി ആഡ് ചെയ്തിട്ട് മുഖത്ത് അപ്ലൈ ചെയ്ത് അരമണിക്കൂറിന് ശേഷം കഴുകിക്കളഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല സ്കിൻ ടൈറ്റൻ ആവാൻ ഏറ്റവും ടോപ്പായിട്ടുള്ള എഗ്ഗ് യോക്കിൽ നമ്മൾ ഗ്ലിസറിൻ ചേർത്തിട്ട് മുഖത്ത് പുരട്ടുകയാണെങ്കിലുണ്ടല്ലോ 50 വയസ്സിന് ശേഷമുള്ള എല്ലാ സ്ത്രീകൾക്കും ഏറ്റവും ടോപ്പായിട്ട് ഏറ്റവും അത്ഭുതകരമായിട്ടുള്ള നല്ല മാറ്റം കൊണ്ടുവരുന്ന ഒരു പാക്കാണിത്. അപ്പോൾ നിങ്ങളിത് മസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഒരാഴ്ച നിങ്ങൾ ട്രൈ ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് എന്താണെന്നുള്ളത് ജസ്റ്റ് എൻ്റെ കമൻറ്റിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യണമെന്ന് ഞാൻ പറയില്ല. നിങ്ങൾ യൂസ് ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് അറിഞ്ഞതിന് ശേഷം നിങ്ങൾ എൻ്റെ വീഡിയോക്ക് താഴെ വന്നിട്ട് കമൻറ്റ് ചെയ്യണം.
പിന്നെ നമ്മൾ എന്താ ഇതൊക്കെ ഡ്രൈ സ്കിന്നിന് അത്ഭുതകരമായ മാറ്റം വരുത്തുന്ന സംഭവങ്ങളാണ്. ഇനി നമുക്ക് സെൻസിറ്റീവ് സ്കിന്നിൻ്റെ നോക്കാം. സെൻസിറ്റീവ് സ്കിന്നിന് കുറച്ച് ക്യാരറ്റ് ജ്യൂസ്, ഗ്ലിസറിൻ, റോസ് വാട്ടർ കൂടിയിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്യുക. സെൻസിറ്റീവ് സ്കിന്ന് എന്ന് പറയുമ്പോൾ ഭയങ്കര ചെറിയൊരു കാര്യം മതി ആ സ്കിന്നിന് പ്രോബ്ലം വരാനല്ലേ. സ്കിന്നിന് അലർജി പോലുള്ള പ്രശ്നങ്ങളും അങ്ങനെ ഇങ്ങനെയായിട്ട് പല പ്രശ്നങ്ങളും വരും. അപ്പോൾ അവർക്ക് വിശ്വസിച്ചിട്ട് തേക്കാൻ പറ്റുന്നതാണ് ക്യാരറ്റ് ജ്യൂസും ഗ്ലിസറിനും അലോവേര ജെല്ലും. ഇത് മൂന്നും കൂടി മിക്സ് ചെയ്ത് അതിൽ ലേശം റോസ് വാട്ടറും കൂടി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ സൂപ്പറായി. അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇനിയിപ്പം നമുക്ക് പറയാനുള്ളത് ഓയിലി സ്കിന്നുകാരുടേതാണ്. എന്ന് പറഞ്ഞാൽ ഓയിലി സ്കിന്നിന് എന്തൊക്കെയാണ് പാക്കായിട്ട് യൂസ് ചെയ്യാൻ പറ്റുക എന്നുള്ളത്, ഏതൊക്കെ രീതിയിൽ യൂസ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. അതായത് ഓയിലി സ്കിന്നിന് ഒന്ന് ചെറുനാരങ്ങ നീരും കുറച്ച് ഇപ്പോൾ 2 സ്പൂൺ ചെറുനാരങ്ങ നീരുണ്ടെങ്കിൽ 1 സ്പൂൺ ഗ്ലിസറിനും ചേർത്തിട്ട് മുഖത്ത് അപ്ലൈ ചെയ്യുക. ഒരു 10-15 മിനിറ്റ്, 15 അല്ല ഒരു 30 മിനിറ്റ് വെച്ച് അത് കഴുകിക്കളയാം. അതിനുശേഷം മുഖം നന്നായിട്ട് ബ്രൈറ്റൻ ചെയ്യുന്നതായിട്ടും കാണാം. നിങ്ങൾക്ക് ടാനൊക്കെ മാറി നല്ല ഒരു ഗ്ലോ വരുന്നതാണ് മുഖത്ത്. അത് ഒരാഴ്ച അടുപ്പിച്ച് നിങ്ങളത് ചെയ്യണം. 2 സ്പൂൺ എന്നുള്ളത് ചെറുനാരങ്ങ നീര് 1 സ്പൂൺ ആക്കിയാലും കുഴപ്പമൊന്നുമില്ല. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക. ചെറുനാരങ്ങ നീര് 1 സ്പൂൺ ചെറുനാരങ്ങ നീരും 1 സ്പൂൺ ഗ്ലിസറിനും എടുത്തു കഴിഞ്ഞാലും കുഴപ്പമില്ല. പക്ഷേ 2 സ്പൂണാണ് അവർ പറയുന്നത്. അപ്പോൾ പിന്നെ വേണ്ടുന്നത് എന്ന് പറഞ്ഞാൽ കുക്കുംബർ ജ്യൂസ് 1 സ്പൂണ് കുക്കുംബർ ജ്യൂസും 1 സ്പൂണ് കുക്കുംബർ അരച്ചതാണെങ്കിൽ കൂടുതൽ ബെറ്ററായി. അരച്ച കുക്കുംബറും നമ്മുടെ റോസ് വാട്ടറും കൂടി മിക്സ് ചെയ്തിട്ട് അത് തേച്ചാലും സൂപ്പറാണ്. അതും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ മുൾട്ടാണി മിട്ടിയും ഗ്ലിസറിനും കൂടിയിട്ട് അപ്ലൈ ചെയ്ത് നോക്കാം. ഇനി അതും അല്ലെങ്കിൽ ഒന്നുമല്ല, വീട്ടിലുള്ള ടൊമാറ്റോ എടുത്ത് കുറച്ച് ജ്യൂസാക്കിയിട്ട് അതിൽ കുറച്ച് ഗ്ലിസറിന് ഒഴിച്ചിട്ട് നിങ്ങളുടെ മുഖത്ത് ഒരു 30 മിനിറ്റ് അപ്ലൈ ചെയ്ത് നോക്കും. നിങ്ങൾക്കറിയാം ടൊമാറ്റോ സൂപ്പറാണ്. ഇനി ആൻറ്റി ഏജിങ് ആയിട്ടുള്ളവർക്ക് അതിൻ്റെ കൂടെ ഗ്ലിസറിൻ കൂടി ആഡ് ചെയ്തിട്ട് നിങ്ങളത് യൂസ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് സൂപ്പർ മാറ്റം. നിങ്ങളിത് യൂസ് ചെയ്തിട്ട് നിങ്ങൾ എന്തായാലും എന്നോട് അഭിപ്രായം പറയണം. എന്തുകൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ പലർക്കും തോന്നാം ഇത് വെറുതെ പറയുന്നതാണ്, ഇങ്ങനെ ഒരു വീഡിയോക്ക് വേണ്ടി പറയുന്നത്. അല്ല, ഞാനിത് മനസ്സിലാക്കിയ കാര്യം, നമ്മൾ ചെയ്യാമെന്ന് ഉദ്ദേശിക്കുന്ന കാര്യം നിങ്ങളോടും കൂടി പറഞ്ഞു തരുന്നേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ഗ്ലിസറിനെ പറ്റിയാണ് ഇത്ര നേരം പറഞ്ഞത്. ഗ്ലിസറിൻ ശരിയായ രീതിയിൽ ഉപയോഗിക്കാൻ ഞാൻ ഈ പറഞ്ഞ പോലെ നിങ്ങൾ ഗ്ലിസറിൻ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ രാവിലെ ഇതൊക്കെ ചെയ്തിട്ട് രാത്രി റോസ് വാട്ടറും ഗ്ലിസറിനും മാത്രം ജസ്റ്റ് ഒന്ന് മുഖത്ത് അപ്ലൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് അതും നല്ലൊരു മോയ്സ്ചർ കണ്ടന്റ് നിലനിർത്തുന്ന ഒരു സംഭവമാണ്. മോയ്സ്ചറൈസർ ഉപയോഗിക്കുന്നതിന് പകരം നിങ്ങൾ ഇത് യൂസ് ചെയ്താൽ മതി. ഇത് ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കുപ്പിയിൽ വാങ്ങിച്ചിട്ട് ഇത് ഡയറക്റ്റ് യൂസ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഒരു ഫില്ലറും കുപ്പിയിൽ ഉറ്റിച്ച് അത് ജസ്റ്റ് ഒരു ഡ്രോപ്പായിട്ട് മുഖത്ത് ഇങ്ങനെ ഇതാക്കിയാലും മതി. അല്ലെങ്കിൽ സ്പ്രേ ബോട്ടിലാക്കിയിട്ട് ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്താലും മതി. നിങ്ങളത് മുഖത്ത് ഇങ്ങനെ മസാജ് ചെയ്യാനൊക്കെ ടൈം ഇല്ലാത്തവരൊക്കെ ആണെങ്കിൽ അങ്ങനെ ചെയ്താലും മതി. നിങ്ങൾ അപ്പോൾ ഉപയോഗിക്കേണ്ട രീതിയിൽ ഈ ഗ്ലിസറിൻ നിങ്ങളൊന്ന് ഉപയോഗിച്ച് നോക്കിയിട്ട് ഇതിന് എന്താണോ നിങ്ങൾ ഒരാഴ്ചയെങ്കിലും നിങ്ങളിത് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഗുണമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് നിങ്ങൾ എന്തായാലും പറയണം ഗൈസ്. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഞാനിത് പറയുന്നതൊന്നും വെറുതെ അല്ല. എൻ്റെ മുത്തുമണികൾക്ക് ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ ഗ്ലിസറിൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഇടക്ക് വിട്ടുപോകും എങ്കിലും മാക്സിമം ഞാൻ ഉപയോഗിക്കുന്നൊരു എൻ്റെ എല്ലാ ദിവസവും നമുക്കൊന്നും മുഖത്ത് അപ്ലൈ ചെയ്യാനൊന്നും പറ്റില്ല. പക്ഷെ ഞാൻ കിടക്കുന്നതിന് മുമ്പേ ഒരു തവണ ഗ്ലിസറിനും റോസ് വാട്ടറും ഇച്ചിരി എടുത്ത് ഒന്ന് മുഖത്തൊരു എന്നൊക്കെ സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നതാണ്. പക്ഷേ എൻ്റെ മുഖത്ത് വലിയൊരു പ്രശ്നങ്ങൾ ഇല്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്നോട് പലരും അങ്ങനെ പറഞ്ഞിട്ടുമുണ്ട്. എന്താണെങ്കിൽ സ്കിന്ന് എപ്പോഴും അധികം ആൾക്കാരും എന്നോട് ചോദിക്കും, ചേച്ചിയുടെ സ്കിന്ന് നല്ലൊരു സോഫ്റ്റാണ്. എൻ്റെ മക്കൾ തന്നെ എന്നോട് എപ്പോഴും പറയും അമ്മയുടെ മുഖം എന്ത് സോഫ്റ്റാണെന്ന്. എൻ്റെ മുഖം സോഫ്റ്റ് ആവുന്നതിൻ്റെ മെയിൻ കാരണം ഈ ഗ്ലിസറിനാണ്. അപ്പോൾ അത് നിങ്ങൾ ചെയ്യാം. അതായത് ഏജ് ആയിട്ടുള്ളവർക്ക് എന്തായാലും ഒരു വിഷമമുണ്ടാവും, മുഖത്ത് ചുളിവും വരെ അനക്കുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ മുത്തുമണികൾ എൻ്റെ ചാനലൊന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടിയേക്കണേ. അപ്പോൾ ടാറ്റാ ബൈ ബൈ.